എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇപ്പോൾ എല്ലാവരെയും BJP-യിലോട്ട് എടുക്കുന്ന ഒരു സമയമാണ്. ഞാനും അത് കാരണം എൻ്റെ വേഷവിധാനങ്ങളൊക്കെ ഒന്ന് മാറ്റി. ഇനി എപ്പോഴാണ് വിളി വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ നേതാവെന്ന് പറയാൻ പറ്റത്തില്ല, കോൺഗ്രസ് നേതാവായിരുന്ന കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJP-യിലോട്ട് ചേർന്ന് അവർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. ഇത് തുടങ്ങി വെച്ചത് ആന്റണിയുടെ ആദർശധീരനായ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ്. അനിൽ ആന്റണി BJP-യിൽ പോയി അവിടെ ഡൽഹിയിൽ എന്തോ സ്ഥാനം ഒക്കെ കൊടുത്തു. അതിന് പിന്നാലെ ഇപ്പം ആന്റണിയുടെ മകൻ ചെയ്യുമ്പോൾ പിന്നെ കരുണാകരൻ്റെ മകൾ ചെയ്തില്ലെങ്കിൽ പിന്നെ അതൊരു കുറച്ചില്ലേ. ഇവരുടെ ഈ ഒരു ഗ്രൂപ്പ് ബലാബലം നോക്കുമ്പം ഒരു എ ഗ്രൂപ്പുകാരൻ പോയാൽ പിന്നെ ഒരു ഐ ഗ്രൂപ്പുകാരിയെങ്കിലും പോയില്ലെങ്കിൽ അതൊരു മോശമാണ്. ഇപ്പം ഈ ഉടനെ തന്നെ CPM-ന്റെ എസ് രാജേന്ദ്രൻ പോകുന്നു ഇങ്ങനെ കേൾക്കുന്നു. ഏതായാലും മറ്റു പാർട്ടികളിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഈ വേസ്റ്റ് സാധനങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് ഉപയോഗക്ഷമമാക്കാനുള്ള ഒരു രാഷ്ട്രീയമാണ് BJP ഇപ്പോൾ കളിക്കുന്നത്. എല്ലാവരുടെയും വേസ്റ്റ് ബോക്സിൽ വന്നിട്ട് അവർ തിരസ്കരിച്ച സാധനങ്ങൾ എടുത്തിട്ട് പുതിയൊരു സംഭവം ഉണ്ടാക്കിക്കൊണ്ടുവരാനാണ് ഇവരുടെ ഒരു ഉദ്ദേശം. അങ്ങനത്തെ രാഷ്ട്രീയമാണ് ഇവർ പറയുന്നത്. ഇവരുടെ ഈ പറഞ്ഞ അനിൽ ആന്റണിയുടെ കൂടെയാണെങ്കിലും പത്മജയുടെ കൂടെയാണെങ്കിലും ഈ പറഞ്ഞ രാജേന്ദ്രൻ്റെ കൂടെയാണെങ്കിലും ഒന്നും ആളുകളും അണികളും ഒന്നുമില്ല. ഇവരൊക്കെ ഈ ഒരു പുറംപോച്ചിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ ഈ പത്മജ വേണുഗോപാലൊക്കെ ഇലക്ഷൻ പാർലമെന്റിലും അസംബ്ലിയിലൊക്കെ ഇലക്ഷൻ അടുക്കുമ്പോഴാണ് സാധാരണയായി പറന്ന് ഇറങ്ങാറുള്ളത് ഇവിടെ സീറ്റിന് വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും തമ്മിലടിച്ചും ആരെങ്കിലും കാലുവാരിയും ഒക്കെ ഒരു സീറ്റ് സംഘടിപ്പിച്ച് പിന്നെ വിളിക്കെ ചിരിച്ചുകൊണ്ട് വോട്ടർമാരുടെ മുന്നിലേക്ക് ഇറങ്ങും. പഴയ ആനപ്പുറത്തിരുന്ന കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് യാതൊരു മണ്ഡലമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അവരായി അവരുടെ പാടായി. ഇങ്ങനെയുള്ള ആന്റണിക്ക് പിന്നെ അങ്ങനെ ജയിക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ നേർച്ചക്കോഴികളായിട്ട് രണ്ടുപേരെ കൂടെ BJP-ക്കാർ ഇപ്പം മറ്റു പാർട്ടികളിൽ നിന്ന് ദത്തെടുത്തിരിക്കുന്നു. അപ്പം ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നൊരു കാർട്ടൂൺ വരയ്ക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. അപ്പം ഇത് കോൺഗ്രസിൻ്റെ തറവാട്, തൊട്ട് ഇപ്പുറത്ത് CPM-ന്റെ തറവാട്. ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന വേസ്റ്റ് ബോക്സിൽ നിന്ന് ഈ വേസ്റ്റ് തിരഞ്ഞെടുക്കുകയാണ് നമ്മുടെ അമിത് ഷാ, BJP-യുടെ അഖിലേന്ത്യാ നേതാവ്. ഇതാണ് കാർട്ടൂണിൻ്റെ റഫ്. ഇതാണ്. നമുക്കിതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം.
തെരഞ്ഞെടുപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ അടിക്കുറിപ്പ്. ചാക്ക രാഷ്ട്രീയവുമായി BJP. ഈ ഓരോ പാർട്ടികൾ ഉപേക്ഷിക്കുന്ന വേസ്റ്റ് തപ്പിയെടുക്കുകയാണ് ഈ വേസ്റ്റ് ബോക്സിൽ നിന്ന് അമിത്ഷാ.